ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിനായി തമിഴ്നാട് സ്വദേശികളായ ഡി മണിയും ബാലമുരുകനും തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. SITയുടെ ഓഫീസിലാണ്, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇരുവരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദിണ്ടിഗൽ മണി പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. മണിയും അയാളുടെ കൂട്ടാളി ബാലമുരുകൻ തയ്യൽക്കാരനാണെന്നാണ് പറയുന്നത്. ബാലമുരുകനും അതേപോലെ രാജപാളയത്തെ അയാളുടെ അസിസ്റ്റൻ്റായ ശ്രീകൃഷ്ണനും ഇന്ന് ചേരും. ഈഞ്ചക്കലിൽ നിന്ന് മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, കൃത്യസമയത്ത് തന്നെ അവർ ഹാജരാകുന്നു എന്ന് വേണോ കരുതാൻ? അതേ, SKN 10 മണിയാണ് പറഞ്ഞത്. 10 മണിക്ക് തന്നെ അതിനുശേഷം അല്പസമയം മാറിയതെന്നുള്ളൂ. നിലവിൽ ബാലമുരുകനാണ് ആദ്യം എത്തിയത്. ബാലമുരുകന്റെ കൂടെ അമ്മയോ സഹോദരിയോ ആരോ ഒരു സ്ത്രീ കൂടെ ഉണ്ട്. ബാലമുരുകന്റെ കൂടെ മറ്റ് അഭിഭാഷകരാരുമില്ല. രണ്ടാമത് മിനിറ്റുകൾക്ക് ശേഷം എത്തിയത് ഡി മണിയാണ്. ഡി മണിക്കൊപ്പം അഭിഭാഷകരുണ്ട്. അഭിഭാഷകന്റെ വാഹനത്തിലാണ് ഡി മണി എത്തിയത്. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡി മണി ഉപയോഗിച്ചിരുന്ന 3 സിമ്മുകളിൽ ഒന്ന് ബാലമുരുകന്റേതാണ് എന്നാണ് SIT കണ്ടെത്തിയത്. ഒപ്പം തന്നെ ബാലമുരുകനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവർ ഫോൺ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് SITക്ക് വിവരം ലഭിച്ചിരുന്നു അന്ന്. പക്ഷേ ഈ ബാലമുരുകന്റെ സിമ്മുമായി ബന്ധപ്പെട്ട് ഡി മണി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഡി മണി തന്നെ ആയിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടതെന്നാണ് SIT സംശയിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊരു ദൂരീകരണം വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ഇപ്പോൾ ഈ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് SITക്ക് മുൻപിൽ ഇന്ന്. അതിസങ്കീർണമായ ഒരു കേസിൽ ഒറ്റവേഗം നൂലാമാലകൾ ഇരിക്കെ തന്നെ പുതിയൊരു ആരോപണം കൂടി വരുമ്പോൾ അതിന്റെ കൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ SITക്ക് നന്നേ കുഴയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഡി മണി പഠിച്ച കള്ളനാണെന്നാണ് നിലവിൽ SIT തന്നെ വിലയിരുത്തുന്നത്. കാരണം ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇയാളുടെ പേര് പോലും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ഡി മണി എന്ന പേരിൽ തന്നെ വലിയ സങ്കീർണതകളുണ്ട്, വലിയ ആശയക്കുഴപ്പം നിലവിൽ SITക്ക് നിലനിൽക്കുന്നുണ്ട്. അഭിഭാഷകനൊപ്പം വരുന്നു. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഡി മണിയിൽ നിന്നും ബാലമുരുകിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. ഇനി എത്താനുള്ളത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ മാത്രമല്ല, ശ്രീകൃഷ്ണനെ കൂടാതെ 2 പേർ കൂടിയുണ്ട്. അവരുടെ പേര് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ആ 2 പേരിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഡി മണി സിമ്മുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3 സിം, ഒന്ന് ബാലമുരുകന്റെ പേരാണ്, മറ്റ് 2 പേരുകൾ ഉപയോഗിച്ച അവർ കൂടി ഇന്ന് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആകെ 5 പേരാണെന്ന് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്താൻ SIT സംഘം ആവശ്യപ്പെട്ടത്. അങ്ങനെ ബാലമുരുകനും ഡി മുരളിയും എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മിനിറ്റുകൾക്കുള്ളിൽ ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. SP S ശശിധരൻ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയിരുന്നു. ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും. ചിലപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള H വെങ്കടേഷ് കൂടി ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. വളരെ നിർണായകമായ ദിവസത്തിൽ ഇന്ന് ഈ കേസിലെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ കൂടി കസ്റ്റഡിയിൽ എടുത്ത ശേഷം മാത്രമായിരിക്കും ഇവരെ വിട്ടയക്കുക. ഇവരെ എല്ലാവരെയും കൂടിയിരുത്തിയുള്ളൊരു ചോദ്യം ചെയ്യലും SIT മുതിരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രവാസി വ്യവസായിയുടെ മൊഴി കഴിഞ്ഞ ദിവസം ഒന്നുകൂടി രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഈ ഡി മണി പറയുന്ന മൊഴികളുമായി വ്യവസായിയുടെ മൊഴി ചില പൊരുത്തക്കേടുകൾ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും മൊഴിയെടുത്തത്. അങ്ങനെ പ്രവാസി വ്യവസായിയെ ഒരു പക്ഷെ വേണമെങ്കിൽ സൂമിലോ മറ്റോ വീഡിയോ കോൺഫറൻസ് വഴി ഇങ്ങോട്ടേക്ക് ഇവരുമായി ചോദ്യം ചെയ്യലിന് വേണ്ടി ക്ഷണിച്ചേക്കാം. അത്തരം സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ശ്രമിക്കില്ല. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ നിലവിൽ SIT ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ടാകുന്നു. ഇവിടെ അഭിഭാഷകന്റെ വാഹനത്തിൽ ഡി മണി എത്തുന്നു. ഇവിടെ ഡി മണിയെ കാത്ത് തമിഴ്നാട്ടിൽ നിന്നും വേറെയും വാഹനത്തിൽ ചില ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഡിണ്ടിഗലടക്കം വലിയ സമാന്തര സംവിധാനമുള്ള ഒരു വ്യക്തിയാണ് ഡി മണി. ഡി മണിക്ക് വലിയ സ്വാധീന വലയം പോലീസിലും ഉന്നതരിലുമുണ്ട്. അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കച്ചവടക്കാരനാണ്. നിലവിൽ SITക്ക് ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പ്രവാസി വ്യവസായി പറയുന്ന ആരോപണങ്ങളൊന്നും നിലവിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് തെളിയിക്കുന്ന വലിയ സൂചനകൾ SITക്ക് ലഭ്യമായിട്ടുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രിയുടെ വെളിപ്പെടുത്തലാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ലായി മാറിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇനി അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിന്റെ നിർണായകമായ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകും. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ ഡി മണിയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും ഹാജരായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും നമുക്കറിയുന്നത് പോലെ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അതിലെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുകയാണ് SITയുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇത് വിവരങ്ങൾ ഒളിച്ചു വയ്ക്കാനും രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുമൊക്കെ മറ്റുള്ള ആളുകളുടെ സിം ഉപയോഗിച്ചാണ് ഇയാൾ ഫോൺ കോളുകൾ നടത്തിയിരുന്നത്. ബാലമുരുകൻ്റെ 3 സിമ്മാണ് കുറച്ചധികം കാലമായി ഡി മണി ഉപയോഗിക്കുന്നത്. ദിണ്ടിഗൽ മണിയുടെ ഒറിജിനൽ പേര് പോലും എന്താണെന്ന് ഇപ്പോഴും SITക്ക് വ്യക്തമല്ല. MS മണിയാണ് താനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഡി മണിയല്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നുണ്ടായിരുന്നു.
ഷബീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷബീദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്? നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമാണ് ഈ ദിവസം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലായിരുന്നു വിദേശ വ്യവസായിയുടെ മൊഴിയും അതിനെ സംബന്ധിച്ച ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഡിണ്ടിഗൽ, വിരുദനഗർ, ചെന്നൈ ഈ 3 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇതിനോടകം തന്നെ ചില സംശയങ്ങൾ SIT സംബന്ധിച്ചിട്ടുണ്ട്. അത് ഡി മണിയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഡി മണിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ചില സംശയങ്ങളുണ്ട്. ഡി മണി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള ആസ്തി വിവരങ്ങൾ അത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളോട് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. 3 പേരും, അതായത് ഡി മണി, അതേപോലെ തന്നെ ബാലമുരുകൻ, മൂന്നാമത്തേത് ശ്രീകൃഷ്ണൻ, ഈ 3 പേരും ഇന്ന് രാവിലെയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. തിരുവനന്തപുരത്തിലെ ഹോട്ടലുകളൊക്കെ തങ്ങിയ ശേഷമാണ് അവർ SITക്ക് മുൻപിലേക്ക് അഭിഭാഷകരെയൊക്കെ കണ്ട ശേഷം ഇപ്പോൾ ഇങ്ങനെ എത്തി തുടങ്ങുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം തേടുക. അതിലൊന്ന്, ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പങ്കുണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശ വ്യവസായി പുരാവസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഡി മണിയുടെ വീട് സന്ദർശിച്ചപ്പോൾ ഈ ശബരിമലയിൽ നിന്നടക്കമുള്ള ചില പുരാവസ്തുക്കൾ തന്റെ പക്കലുണ്ടെന്ന് ഈ ഡി മണി പറഞ്ഞുവെന്ന് വിദേശ വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അതല്ലെങ്കിൽ അതിലെന്താണ് ഇയാൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു ചർച്ച. ആ ചർച്ചയിൽ ഡി മണി പണം നൽകി എന്നുള്ളതും വിദേശ വ്യവസായിയുടെ മൊഴിയുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ ഒരു ഉന്നതൻ, ഈ 2 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ വ്യക്തത തരണം. മൂന്നാമത്തേത്, ഡി മണി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താൻ തിരുവനന്തപുരത്തേക്ക് ചില ആരാധനാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്, അല്ലാതെ തനിക്ക് തിരുവനന്തപുരത്ത് ബന്ധമോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഡി മണിക്ക് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചില കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് ഇപ്പോൾ സൂചന എന്നോണം കിട്ടിയിട്ടുണ്ട്. ഇനിയും പ്രധാനപ്പെട്ട കാര്യം, അത് ഈ ബാലമുരുകന്റെയും അതേപോലെ തന്നെ ശ്രീകൃഷ്ണന്റെയും ഒക്കെ ഈ സിം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഡീലാണ് ഡി മണി നടത്തിയിരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ തേടണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ SIT ഇന്ന് ശേഖരിക്കും. മാത്രവുമല്ല, വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പങ്കജ് ഭണ്ഡാരി, അതേപോലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. അവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇവർ 3 പേരെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കജ് ഭണ്ഡാരിയോ അതല്ലെങ്കിൽ ഗോവർദ്ധനുമായോ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ കൂടിയുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വൈറ്റലാണ്. അവസാന റിപ്പോർട്ട് കൊടുക്കാൻ, അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംശയിച്ചുകൊണ്ടാണ് SITയുടെ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. SKN. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ നിർണായകമായ ദിവസമാണ് SITക്ക്. കാരണം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് വന്നാൽ വലിയൊരു വാർത്തയുടെ അനാവരണമായിരിക്കും അതിലൂടെ സംഭവിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.